സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ യഥാർത്ഥ ശത്രുക്കൾ വെളിയിൽ വരുന്ന എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഋഷിയെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു ഗുണ്ട ഋഷി ഭക്ഷണം കഴിക്കണില്ല എന്ന് പറഞ്ഞ് ഋഷിയെ തല്ലുന്നുണ്ട്. ആ സമയത്ത് ഋഷി എങ്ങനെയെങ്കിലും ഇയാളുടെ അടുത്തുനിന്ന് രക്ഷപ്പെടണമെന്ന് കരുതി ഭക്ഷണം കഴിക്കാൻ തയ്യാറാവുമ്പം ഈ ഗുണ്ടയാണെങ്കിൽ ഋഷിയുടെ കയ്യിൽ കെട്ടഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഋഷി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗുണ്ടയാണെങ്കിൽ ആ ഒരു ആശ്വാസത്തിൽ മാറി നിൽക്കുകയാണ്. വേഗം തന്നെ ഋഷി കിട്ടിയ അവസരം പാഴാക്കിയാൽ എനിക്കിവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്തായാലും എന്നെ തട്ടിക്കൊണ്ട് വന്നേക്കുന്നത് നന്ദൻ്റെ ആൾക്കാരോ ആരും അല്ല, വേറെ ഏതോ മറിഞ്ഞിരിക്കുന്ന ശത്രുവാണ്. അതാരാണെന്ന് കണ്ടെത്തണമെങ്കിൽ പുറത്തെത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് മരിച്ചു പോകും. എൻ്റെ അമ്മയൊന്നും ഒരിക്കലും സത്യങ്ങൾ അറിയാൻ പോണില്ല. എന്നെ രക്ഷപ്പെടുത്താനായിട്ട് ഇങ്ങോട്ട് ആരും വരാനും പോണില്ല. ഞാൻ തന്നെ രക്ഷപ്പെടണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ഗുണ്ട അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഗുണ്ടേനെ പുറകിൽ നിന്ന് വന്ന് ചവിട്ടി വീഴ്ത്തുന്നുണ്ട്. അങ്ങനെ ആ ഗുണ്ട വീണു പോയതും ഋഷിയാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്താണ് ഋഷി താഴെ 3-4 ഗുണ്ടകൾ നിൽക്കണം കാണുന്നത്. ഈ സമയമാണെങ്കിൽ അകത്തുള്ള ഗുണ്ട ഉറക്കെ കരയണ കേട്ടതും ഈ ഗുണ്ടകൾ എന്താണെന്ന് തിരിഞ്ഞു നോക്കുമ്പം ഋഷി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. അന്നേരം ഈ ഗുണ്ടകൾ വന്നിട്ട് നീ എവിടെ പോവാടാ, നീ രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരിച്ചോ, നീ അങ്ങനെ രക്ഷപ്പെട്ടു പോകാനൊന്നും പോണില്ല എന്നും പറഞ്ഞ് ഈ ഋഷിയെ വീണ്ടും മർദ്ദിക്കുന്നുണ്ട്. ആ സമയത്ത് ഋഷി വേണ്ട, എന്നെ തല്ലല്ലേ, എനിക്ക് സുഖമില്ലാത്തതാ, എന്നെ തല്ലിയാൽ ഞാൻ ചത്തു പോകുമെന്ന് പറയുമ്പം നീ ചത്താലും കുഴപ്പമില്ലടാ, നിന്നെ ഞങ്ങൾ കൊണ്ടുവന്നത് വളർത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല, കൊന്നു കളയാൻ വേണ്ടി തന്നെയാണ്. എന്തായാലും ഞങ്ങളുടെ ബോസ് പറഞ്ഞവരെ നിൻ്റെ ജീവനെ ആയുസുള്ളൂ എന്ന്. ആ സമയത്ത് ഋഷിയാണെങ്കിൽ ആകെ ഭയക്കുന്നുണ്ട്. പിന്നീട് ഈ ഗുണ്ടകൾ വീണ്ടും ഋഷിയെ നല്ലോണം തല്ലി ചതച്ചിട്ട് ആ കസേര തന്നെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് വായിൽ ആ സ്റ്റിക്കറും ഒട്ടിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിനക്ക് അത്രയ്ക്ക് ധൈര്യം ആയോടാ, ഞങ്ങളെ തല്ലിയിട്ടിട്ട് പോകാനുള്ള ധൈര്യം നിനക്ക് എവിടെന്നാ കിട്ടിയത്, നീ ഇവിടെ കിടക്ക്, നീ ഭക്ഷണവും കഴിക്കണ്ട, നീ പട്ടിണി കിടന്നാൽ മതി എന്നും പറഞ്ഞ് ആ ഗുണ്ടകൾ അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയം ഋഷിക്കാണെങ്കിൽ ചെയ്തത് മണ്ടത്തരായി പോയി എന്നുള്ളൊരു തോന്നലോടുകൂടി തന്നെയാണ് ഋഷി അവിടെ ഇരിക്കണം. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ ഈ ഭാർഗവിയുടെ വാക്കും കേട്ട് ഫോണെടുത്ത് രാധികയ്ക്ക് വിളിക്കുന്നുണ്ട്. ഇതേസമയം രാധിക ദേവിക വന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുമ്പോഴാണ് രാധികയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. ഫോൺ ബെല്ലടിക്കണ കേട്ടതും രാധിക ശാരികയോട് പറയുന്നുണ്ട്, ശാരി ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, അത് ആരാന്ന് നോക്കിയെന്ന് പറഞ്ഞതും ശാരിക ഫോൺ എടുത്തിട്ട് പ്രഫിയാൻ്റെ ആലോ അമ്മയെ വിളിക്കണേ, ആ എന്തിനായിരിക്കുമോ പ്രഭാവതി ഇപ്പം എന്നെ വിളിക്കണേ, എന്തായാലും നീ ആ ഫോണും കൂടെ ഉണ്ടാകുമെന്ന് പറയണം. അങ്ങനെ ശാരിക ഫോൺ കൊണ്ട് രാധികയ്ക്ക് കൊടുത്തതും രാധിക ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് എന്താ പ്രഭാവതി എന്ന് ചോദിക്കുമ്പോൾ എന്താ രാധിക ഇവിടെ നടക്കണേ, ദേവികയ്ക്ക് എന്താ നന്ദൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലാത്ത, ദേവിക കേസ് വേണ്ടത് വിധം അന്വേഷിക്കണില്ലല്ലോ, ഇനിയിപ്പോൾ നന്ദനോട് ദേവികയ്ക്ക് എന്തെങ്കിലും ദേഷ്യം ഉള്ളതുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പം ഈ രാധിക പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാ പ്രഭാവതി നീ പറയണത്, ദേവികയുടെ സങ്കടം നിനക്ക് അറിയാത്തത് കൊണ്ടാണ് മോൾക്ക് ഒരു സമാധാനം ഇല്ലാതെ മോള് നടക്കണം, പിന്നെ നമ്മളെ കൂട്ട് കരയാൻ പറ്റില്ലാത്തതുകൊണ്ട് മോള് കരയണില്ല എന്നുള്ളൂ, ഓരോ ദിവസവും നന്ദമോൻ്റെ കാര്യത്തിന് വേണ്ടി ഓരോ സ്ഥലങ്ങളിൽ കൂടെ കയറി ഇറങ്ങി നടക്കുക, ഇതുവരെയും അതിനൊരു പ്രയോജനം കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ തന്നെ എൻ്റെ മോളെന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, അല്ല രാധികയെ എനിക്കൊരു സംശയം, ഇനിയിപ്പോൾ ഇസബല്ലേനെയും നന്ദനെയും ചേർത്ത് ദേവികയ്ക്ക് സംശയം ഉള്ളതുകൊണ്ട് തന്നെ അതിന് പകരം വീട്ടാന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി എന്തൊക്കെയാണ് പറയണത്. ആ സമയത്ത് ഇസബല്ലേനെയും നന്ദനെയും ഒരുമിച്ച് ആ ഹോട്ടലിൽ വെച്ച് കണ്ടപ്പം ദേവികയ്ക്ക് ദേഷ്യം ഉണ്ടായി എന്നുള്ളത് നേരാ, പക്ഷേ ദേവികയുടെ മനസ്സിലിപ്പോൾ അങ്ങനെ ഒരു ദേഷ്യമില്ല, നന്ദനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്നും ഈ ഋഷിയുടെ കൊലപാതകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ, അല്ലാതെ എൻ്റെ മോള് നന്ദനെ കൈവിട്ടിട്ടൊന്നുമില്ല. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, എന്തായാലും രാധിക ദേവികയെ ഒന്ന് സൂചിപ്പിച്ചേരെ, എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ മകനെ ഒന്ന് കണ്ടു കിട്ടിയാൽ മതി, എത്ര ദിവസമായി അവനെ കാണാതായിട്ട്, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണം ഉഴപ്പുക, നമ്മളും അതുപോലെ തന്നെ നിന്നാൽ നന്ദനെ ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല, ഇനിയിപ്പോൾ അവൻ ജീവിച്ചിരിക്കണ്ടോയെന്നാണ് എനിക്ക് പേടിയെന്ന് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, ഇല്ല പ്രഭാവതി അങ്ങനെ ഒന്നും സംഭവിക്കില്ല, ഒരാപത്തും കൂടാതെ നന്ദനെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവിക മുരളിയുടെ ഒപ്പം കാറിൽ വരാണ്. ആ സമയത്ത് ദേവിക മുരളിയോട് പറയുന്നുണ്ട്, ഭാർഗവി ആൻറ്റിയും അമ്മയും ചേർന്ന് എന്നോട് എന്തോരം കുത്തുവാക്കുകളാണ് പറയണേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് മുരളിയേട്ടാ ഭാർഗവി ആൻറ്റി എപ്പോഴും എന്നെ ഇങ്ങനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കണേന്ന് ചോദിക്കുമ്പോൾ മുരളി പറയുന്നുണ്ട്, അത് അമ്മയ്ക്ക് നന്ദനെ കാണാത്തതിലുള്ള വിഷമം കൊണ്ടായിരിക്കും ദേവിക, അല്ലാതെ ദേവികയോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അവർക്ക് മാത്രമാണോ നന്ദുവിനെ കാണാത്തതിൽ വിഷമമുള്ളൂ, നന്ദുവിൻ്റെ ഭാര്യയല്ലേ ഞാൻ, എനിക്ക് വിഷമമില്ല എന്ന് വിചാരിച്ചാണ് മുരളിയേട്ടൻ ഇരിക്കണേന്ന് ചോദിക്കുമ്പോൾ അതല്ല ദേവികയ്ക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഇതുവരെ നന്ദനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലല്ലോ, അതുകൊണ്ടായിരിക്കും പ്രഭയാൻറ്റിയൊക്കെ അങ്ങനെ പെരുമാറുന്നത്, പിന്നെ പ്രഭയാൻറ്റിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അതെൻ്റെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞ് അതൊന്നും ദേവിക മനസ്സിൽ വയ്ക്കണ്ടെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല മുരളിയേട്ട,
നന്ദുവിനെ കണ്ടെത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കണില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ രാവും പകലും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണേന്ന് ചോദിക്കുമ്പോൾ മുരളി പറയുന്നുണ്ട്, അത് നമുക്കല്ലേ അറിയുള്ളൂ ദേവിക. അവർ നോക്കുമ്പം ദേവിക പാർട്ടി പ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കാമെന്നായിരിക്കും വിചാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയണേ. എന്തായാലും മന്ത്രിനെ കാണാൻ പോയിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അതിനും കാരണക്കാർ നന്ദുവും അമ്മയും തന്നെയാണ്. അന്ന് ആ പ്ലാന്റിന് അനുമതി കൊടുക്കരുതെന്ന് CMഉം എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നതാണ്. അന്ന് അമ്മയുടെയും നന്ദുവിൻ്റെയും നിർബന്ധത്തിനാണ് ഞാൻ ആ പ്ലാന്റിന് അനുമതി കൊടുത്തത്. അന്ന് നന്ദു ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുമ്പം മുരളി പറയുന്നുണ്ട്, എന്തായാലും നന്ദനും പ്രഫയാൻ്റെയും അന്നാ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. അന്ന് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ ആ സത്യങ്ങൾ പറഞ്ഞില്ല. അമ്മേനെയും നന്ദുവിനെയും രക്ഷിക്കാൻ നോക്കി. പക്ഷേ അവരൊരിക്കലും ഇത് ആരോടും പറയാതെ രഹസ്യമാക്കി തന്നെ വച്ചേക്കുമായിരുന്നു. അവസാനം എനിക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലാണ്ടായപ്പോഴാണ് ഞാൻ അച്ഛനോട് സത്യങ്ങളൊക്കെ പറഞ്ഞ്. എന്നാലും ഞാൻ ഈ പഴിയൊക്കെ കേട്ടിട്ടും ഒരിക്കലും സത്യങ്ങൾ പറയാൻ തയ്യാറായില്ല. അപ്പോൾ അവർ ആരെ രക്ഷിക്കാനാണ് നോക്കിയത്? സ്വയം രക്ഷയല്ലേ നോക്കിയത്? പിന്നെ എല്ലാവരും ചേർന്ന് എന്നെ കുറ്റപ്പെടുത്തണേ എന്തിനാന്ന് ചോദിക്കുമ്പോൾ മുരളി പറയുന്നുണ്ട്, അങ്ങനെ ഒരുപാട് തെറ്റുകൾ നന്ദൻ്റെയും പ്രഫാൻ്റിയുടെയും കയ്യിൽ നിന്ന് വന്നു പോയിട്ടുണ്ട്. എന്നാലും നമുക്കത് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ലല്ലോ. നന്ദനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണ്ടേ, ഇല്ലെങ്കിൽ അവൻ്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, എന്തായാലും ഇസബെല്ലയും കെവിനും അരുന്ധതിയൊന്നും അല്ല ഇതിൻ്റെ പിന്നിൽ. വേറെ ആരോ ഒരാൾ ഇതിൻ്റെ പിന്നിൽ കിടന്ന് കളിക്കുന്നുണ്ട്. നമ്മളുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാൾ തന്നെ. അത് ആരാന്ന് ആദ്യം കണ്ടെത്തണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനാണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി ഇരിക്കുകയാണ്. ആ സമയത്ത് ഗുണ്ടകൾ വന്നിട്ട് സാറ് ഭക്ഷണമൊന്നും കഴിക്കണില്ലേ എന്ന് ചോദിക്കുമ്പം, ഇല്ല എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് എത്തണം, ഇല്ലെങ്കിൽ എനിക്ക് ഫോണിൽ കൂടെ അമ്മയോടും ദേവികയോടും സംസാരിക്കുകയെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല സാറേ. എന്തായാലും പ്രകാശ് സാറ് വന്നിട്ട് സാറിന് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോ, ഞങ്ങൾക്ക് സാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. സാറിൻ്റെ കാര്യമൊക്കെ തീരുമാനിക്കുന്നത് പ്രകാശ് സാറാന്ന് പറയുന്നു. അന്നേരം നന്ദൻ പറയുന്നുണ്ട്, എന്നാൽ പ്രകാശിനോട് വരാൻ പറ, എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടുന്ന് പോകണമെന്ന് പറയുമ്പം ഗുണ്ടകൾ പറയുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ പ്രകാശ് സാറിനെ വിളിച്ചു പറയാമെന്ന്. അങ്ങനെ ഫോണെടുത്ത് ഗുണ്ട പ്രകാശിനെ വിളിക്കുന്നുണ്ട്. പ്രകാശ് ഫോണെടുത്തതും, എന്താടോ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നന്ദൻ എന്തെടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അയാൾ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് ഇവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുക പ്രകാശ് സാറ്. ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാം, എന്തായാലും അവനോട് സമാധാനമായിട്ടിരിക്കാൻ പറയണു. പിന്നീട് നമ്മളുടെ പ്രകാശ് വന്നതും നന്ദനാണെങ്കിൽ പ്രകാശിനോട് പറയുന്നുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലെത്തണം എന്ന് പറയുമ്പം, നീ എന്താ നന്ദ ഇങ്ങനെ കൊച്ചു കുട്ടികളെ കൂട്ട് വാശി പിടിക്കണേ? നിന്നെ രക്ഷപ്പെടുത്താനല്ലേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവൻ എടുക്കാനായിട്ട് ഒരുപാട് പേരുണ്ട്. അവരിൽ നിന്നും രക്ഷിക്കാനാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും 2 ദിവസവും കൂടി നീ ഇവിടെ നിൽക്കുക, അല്ലെങ്കിൽ തന്നെ നീ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നീ കൊന്നു കളഞ്ഞാൽ ഋഷിയുടെ പ്രേതം നിന്നെ അലട്ടിക്കൊണ്ടിരിക്കും. ഇന്നലെ ഞാൻ ഋഷിയുടെ പ്രേതത്തെ കണ്ടു, അവൻ എന്നെ കൊല്ലാനായിട്ട് വന്നതാണ്. അത് കേട്ടതും നന്ദനാണെങ്കിൽ സ്വാഭാവികമായിട്ടും പേടിയാവുന്നുണ്ട്. നന്ദൻ്റെ വിശ്വാസം ഈ ഋഷിയെ നന്ദൻ കൊന്നു എന്ന് തന്നെയാണല്ലോ. ആ ഒരു പേടി കാണുമ്പം പ്രകാശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നീ ഇത്രയ്ക്കും വലിയ പൊട്ടനായിരുന്നോടാ, മരിക്കാത്ത ഒരാളുടെ പ്രേതം എങ്ങനെയാടാ വന്നെ? എന്തായാലും ഋഷി ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിലും നന്ദനോട് പറയുന്നൊന്നുമില്ല. എന്തായാലും ഇതിൻ്റെ പിന്നിൽ ഇവരൊന്നും കൂടാതെ വേറെ ആരോ ഉണ്ട്. ഈ നന്ദൻ്റെയും ഋഷിയുടെയും എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഈ നന്ദനെ ഋഷിയെ തട്ടിക്കൊണ്ട് വരാനുള്ള പ്ലാൻ ഒരുക്കിയതും പ്രകാശിനെയും കൊണ്ട് അത് ചെയ്യിപ്പിച്ചേക്കണതൊക്കെ. അതാരാന്നുള്ളത് ഇനി വരുന്ന എപ്പിസോഡുകളിലാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഈ നന്ദൻ അത് കേട്ടതോടുകൂടി നല്ലോണം ഭയക്കുന്നുണ്ട്. എന്നിട്ട് നന്ദൻ ചോദിക്കുന്നുണ്ട്, പ്രകാശ് നീ എവിടെ വെച്ചാൽ ഋഷിയുടെ പ്രേതത്തിനെ കണ്ടേന്ന് ചോദിക്കുമ്പം, ഇന്നലെ ഞാൻ പോണ വഴിക്ക് ഋഷിയുടെ പ്രേതം എൻ്റെ കാറിലോട്ട് കയറാൻ വന്നു, അങ്ങനെ ഞാൻ പേടിച്ചു പോയിടാന്ന് പറഞ്ഞതും ഈ നന്ദൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ഋഷിയെ കൊന്ന വിവരം നീ എങ്ങനെയാണ് അറിഞ്ഞതെന്ന്. അന്നേരം പ്രകാശം പറയുന്നുണ്ട്, അതല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ നിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. നിനക്കൊരു ആപത്ത് വന്നാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ലടാ. പണ്ടത്തെ ഞാനല്ല ഇപ്പോൾ. ജയിലിലൊക്കെ കിടന്നതോടുകൂടി എൻ്റെ സ്വഭാവമൊക്കെ മാറി. നിന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ള ചിന്ത മാത്രമേ എനിക്കുള്ളൂ എന്ന്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, എനിക്ക് രക്ഷപ്പെടുകയൊന്നും വേണ്ട, എനിക്ക് ഋഷിയെ കൊന്നതിന് ജയിലിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഒരു സമാധാനമില്ല. ഋഷിയെ ഞാൻ മനഃപൂർവ്വം കൊന്നതല്ലടാ, അബദ്ധത്തിൽ സംഭവിച്ചു പോയതാ, അതുകൊണ്ട് എനിക്ക് ജയിലിൽ കിടക്കാനും മടിയൊന്നുമില്ല എന്ന് പറയുമ്പം ഈ പ്രകാശം പറയുന്നുണ്ട്, നീ അങ്ങനെ ജയിലിൽ പോകേണ്ടവനൊന്നും അല്ലടാ, എന്തായാലും ഞാൻ ജയിലിൽ കിടന്നതല്ലേ, എനിക്കറിയാലോ അവിടുത്തെ ജീവിതം എന്താണെന്ന്. അങ്ങനെ ജയിലിൽ കിടന്ന് നീ നരകിക്കൊന്നും വേണ്ട, നിന്നെ അതിൽ നിന്നെല്ലാം ഞാൻ രക്ഷപ്പെടുത്തിയെടുക്കും. അതിന് നീ എനിക്ക് 2-3 ദിവസം സമയം തന്നാൽ മതിയെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് രാധിക ദേവികയോട് പറയുന്നുണ്ട്, മോളെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയണം. അന്നേരം ദേവിക ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്താണെങ്കിലും ചോദിച്ചോ എന്ന് പറയുമ്പം, അല്ല മോളെ, നന്ദനോട് നിനക്ക് ഇഷ്ടക്കുറവുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഈ അന്വേഷണം ഉഴപ്പണത് നീ മനഃപൂർവ്വമാണോ എന്ന് ചോദിക്കുമ്പം ദേവിക ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ അങ്ങനെ ചോദിക്കണേ?
നന്ദുവിനോട് എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിരുന്നു എന്നുള്ളത് സത്യം. അതാ ഇസബല്ലയുമായി ചേർന്ന് എന്നെ ചതിച്ചതുകൊണ്ട്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ നന്ദു ഒരു ആപത്തിൽ പെട്ടേക്കാന്ന് കണ്ടപ്പം എങ്ങനെയെങ്കിലും നന്ദുവിനെ രക്ഷിക്കണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാതെ എൻ്റെ മനസ്സിൽ പ്രതികാരമൊന്നുമില്ല. ആ സമയത്ത് രാധിക പറയുന്നുണ്ട്, ഇന്ന് പ്രഭാവതി വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അമ്മ എന്താ പറഞ്ഞതെന്ന് ദേവിക ചോദിച്ചതും രാധിക പറയുന്നുണ്ട്, നീ മനഃപൂർവ്വം അന്വേഷണം ഉഴപ്പണതാണോ എന്ന് പ്രഭാവതിക്ക് ഒരു സംശയം ഉണ്ടെന്ന്. അന്നേരം ദേവികയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് ദേവിക പറയുന്നുണ്ട്, അത് ഞാൻ നന്ദുവിനോട് പ്രതികാരം വീട്ടാൻ വേണ്ടി അന്വേഷണം ഉഴപ്പുക. ഇനിയിപ്പോൾ ആരെയൊക്കെ ഞാനത് ബോധിപ്പിക്കണം. കുറേ ദിവസമായി കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും കേൾക്കാൻ തുടങ്ങിയിട്ട് കേട്ട് മടുത്തു. ഇനി എനിക്കിതൊന്നും കേൾക്കാൻ പറ്റില്ല. അമ്മ അങ്ങനെ തന്നെ വിശ്വസിച്ചോ. നന്ദുവിനോടുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അന്വേഷണം ഉഴപ്പണയാണെന്നും പറഞ്ഞ് ഈ ദേവിക അങ്ങ് ദേഷ്യപ്പെട്ടതും ശാരിക അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ശാരിക രാധികയോട് പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് ചേച്ചിയോട് ചോദിക്കുന്നത്? ചേച്ചി എത്ര ദിവസമായി നന്ദേട്ടനെ കാണാതായപ്പോൾ തൊട്ട് ഓടി നടക്കണതല്ലേ നന്ദേട്ടനെ തേടി? എന്തായാലും നന്ദേട്ടനോട് പ്രതികാരം ചെയ്യാനാണെങ്കിൽ ചേച്ചി ഇങ്ങനെ നന്ദേട്ടനെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാം അറിയാമായിരുന്നിട്ടും അമ്മ എന്താ ചേച്ചിയോട് ഇങ്ങനെ പെരുമാറണേന്ന് വയ്ക്കുമ്പം, അതല്ല ശാരി, ഇന്ന് പ്രഭാവതി വിളിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നി എന്ന് പറഞ്ഞതും ശാരിക പറയുന്നുണ്ട്, അമ്മയ്ക്ക് സ്വന്തം മോളെയാണോ വിശ്വാസം, അതെയോ ആ പ്രഭയാൻറ്റീനെയാണോ? അല്ലെങ്കിൽ തന്നെ ചേച്ചീനെ എപ്പോഴും കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കൽ ആ പ്രഭയാൻറ്റിയുടെ പണി. ഇന്നും ചേച്ചിയോട് വളരെ മോശമായി തന്നെയായിരിക്കും പ്രഭയാൻറ്റി പെരുമാറിയേക്കണം. എന്നിട്ട് പ്രഭയാൻറ്റിയുടെ വാക്കും കേട്ട് അമ്മയ്ക്ക് എങ്ങനെ ചേച്ചിയോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ? ആ സമയത്ത് രാധികയാണിങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ദേവിക പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഇത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഞാനത് ആരെയും ബോധിപ്പിക്കാനും നിൽക്കണില്ല. എല്ലാവരും ഇഷ്ടമുള്ളതുപോലെ വിശ്വസിച്ചുകൊണ്ടിരുന്നോളാൻ പറഞ്ഞ് ദേവിക അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇസബല്ലേനെയും കെവിനെയാണ്. കെവിനാണെങ്കിൽ ഇസബല്ലയോട് പറയുന്നുണ്ട്, ബെല്ല, ഇനി നമ്മളിവിടെ നിന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്ന തോന്നണേ, നമുക്കിവിടുന്ന് പതുക്കെ എസ്കേപ്പ് ആയാലോ എന്ന് ചോദിക്കുമ്പം ബെല്ല പറയുന്നുണ്ട്, നീ അങ്ങനെ പേടിച്ചോടാൻ നിൽക്കണോ? എന്തായാലും കാര്യങ്ങൾ ഇതുവരെ ആയില്ലേ, ഇതിൻ്റെ അന്ത്യം കണ്ടിട്ടേ ഞാൻ പിന്നോട്ടുള്ളൂ. എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, നന്ദനെ ഋഷിയെ കണ്ടെത്തണം. അതുവരെയും നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് പറയുമ്പം കെവിൻ പറയുന്നുണ്ട്, അതല്ല ബെല്ല, നമ്മൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോവുകയാണോ എന്ന് എനിക്കൊരു സംശയം. അത് തന്നെയാണല്ലോ നിൻ്റെ പാപ്പനും പറഞ്ഞത്. ആരോ നമുക്കുള്ള കെണി ഒരുക്കുന്നുണ്ടെന്നല്ലേ നിൻ്റെ പാപ്പൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ബെല്ല പറയുന്നുണ്ട്, അതൊക്കെ നേരായിരിക്കും. പക്ഷെ ആര് കെണി ഒരുക്കിയാലും നമ്മൾ നന്ദനെയും ഋഷിയെയും എത്രയും പെട്ടെന്ന് കണ്ടെത്തും. നന്ദനെക്കുറിച്ചോ ഋഷിയെക്കുറിച്ചോ എന്തെങ്കിലും ഒരു സൂചന എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു, നമുക്ക് പിന്നെ അതേ പിടിച്ച് അവരെ കണ്ടെത്തായിരുന്നു. ഇതിപ്പോൾ ഒരു സൂചന പോലും കിട്ടണില്ലല്ലോ. ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നിൽ അരുന്ധതി മേഡം തന്നെയായിരിക്കുമോ എന്ന് ചോദിക്കുമ്പം കെവിൻ പറയുന്നുണ്ട്, ഇല്ല ബെല്ല, അവരായിരിക്കില്ല. അവരാണെങ്കിൽ അവരിവിടെ വന്ന് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. എന്തായാലും ഋഷി ഇനി പേടിച്ചിട്ട് എങ്ങോട്ടെങ്കിലും മാറിയതായിരിക്കും. ഇല്ലെങ്കിൽ നന്ദൻ തന്നെ ഋഷിയെ കടത്തിക്കൊണ്ട് പോയതാണോ എന്ന് ചോദിക്കുമ്പം ഒന്നും മനസ്സിലാവണില്ലല്ലോ. എന്തായാലും നന്ദനെ ആ കാര്യത്തിൽ സംശയിക്കാനൊന്നും പറ്റില്ല. നന്ദന് അതിനുള്ള തൻ്റെ ഒന്നുമില്ല. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, എന്നാൽ പാപ്പൻ പറഞ്ഞതുപോലെ നാലാമതൊരാൾ ഇതിൻ്റെ പിന്നിലുണ്ട്, അതാരാന്ന് നമുക്ക് കണ്ടുപിടിക്കണമെന്ന്. അങ്ങനെ ഈ കെവിനാണെങ്കിൽ അത് കേട്ടതും പേടിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.